അപ്പോ ധനാധിപനായിരിക്കുന്നതായ കുബേരനെ നമ്മൾ സ്തുതിച്ചാൽ ആ കുബേര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അവിടെ ധന സമൃദ്ധി ഉണ്ടാകും കാലക്രമേണ. നമസ്കാരം തിരുമേനി. നമസ്കാരം തിരുമേനി, സന്ധ്യാനാമജപത്തിന്റെ ഫലസിദ്ധി എന്തെല്ലാമാണ്? ഒന്ന് സന്ധ്യാനാമജപം എന്ന് പറയുമ്പോൾ സന്ധ്യയ്ക്ക് ജപിക്കുന്നതാണല്ലോ സന്ധ്യാനാമം. നമ്മുടെ ഭാരതീയമായ ഒരു രീതി ആചാരമനുസരിച്ച് നമുക്ക് 3 സന്ധ്യകൾക്ക് പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. സന്ധ്യ എന്ന് പറഞ്ഞാൽ ഒരു കൂടിച്ചേരലാണ് സന്ധ്യ. അത് 3 സന്ധ്യകൾ പറയുന്നുണ്ട്. പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ. പൊതുവെ പ്രഭാത സന്ധ്യയും സായം സന്ധ്യയുമാണ് നമ്മൾ കൂടുതൽ ആചരിക്കാറ്. അപ്പോൾ പ്രഭാത സന്ധ്യയിലും രാവിലെയും സായം സന്ധ്യയിലും വൈകിട്ടും നമ്മൾ നിലവിളക്ക് കൊളുത്തി വെച്ച് നാമജപം ചെയ്യാറുണ്ട്. നിലവിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞാൽ അത് എത്രയോ കാലം മുതലേ തന്നെ ഭാരതീയ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായിരിക്കുന്ന അഗ്നിഹോത്രം എന്ന് പറയുന്ന നമ്മുടെ ഒക്കെ വീടുകൾക്ക് നാഥനായിരിക്കുന്നത് അഗ്നിയാണ് എന്ന സങ്കല്പം. ആ അഗ്നിയുടെ ഒരു ആചരണമാണ് ഈ നിലവിളക്ക് കൊളുത്തി വെക്കുക എന്ന് പറയുന്നത്. നിലവിളക്ക് കൊളുത്തി വെച്ച് ഇഷ്ടദേവതകളൊക്കെ ഭജിക്കുക, ജപിക്കുക എന്ന് പറയുമ്പോൾ അതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ യുഗത്തിന് കലിയുഗം എന്നാണ് പറയുന്നത്. 4 യുഗങ്ങളാണുള്ളത് നമുക്കറിയാം. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതിൽ ഈ യുഗത്തിൻ്റെ ധർമ്മമാണ്, ഈ യുഗത്തില് സർവ കൽമഷങ്ങളിൽ നിന്നും സർവ പാപങ്ങളിൽ നിന്നും മനുഷ്യനെ മുക്തനാക്കുവാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമായിട്ട് ഭഗവാൻ ഉപദേശിക്കുന്നത് നാമജപത്തെയാണ്. അപ്പോൾ എന്നാൽ ചില ആളുകൾ പറയും, ഞങ്ങൾ ദിവസേന നാമം ജപിക്കാറുണ്ട്, എന്നിട്ട് ഞങ്ങൾക്ക് ദുരിതങ്ങൾ മാറുന്നില്ല, ദോഷങ്ങൾ മാറുന്നില്ല എന്നൊക്കെ ചില ആളുകൾ പരാതി പരിഭവമൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നാമജപം ഒരു ഉപാസനയാണ്. ഇഷ്ടദേവതയെ നമ്മൾ ഉപാസിക്കണം. ഇഷ്ടദേവതയെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ നാമജപം നൈരന്തര്യമാണ്. നിരന്തരമായിട്ട് നാമജപം ഉണ്ടാകണം. അതെല്ലാ ദിവസവും ഉണ്ടാവണം. അത് ഏകദേശം ഒരേ സമയത്ത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞൊരു സമയം എടുത്ത് നമ്മൾ മനസ്സിനെ കഴിയുന്നത്ര ഏകാഗ്രമാക്കിക്കൊണ്ട് നാമജപത്തിൽ ഏർപ്പെടണം. ഒരു വർഷം അല്ലെങ്കിൽ കുറഞ്ഞതൊരു 6 മാസമെങ്കിലും ചെയ്യുന്ന ഉപാസനയ്ക്ക് സാധാരണ ഫലങ്ങൾ കാണാറുള്ളൂ. നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള ശാശ്വത പരിഹാരം നാമജപത്തിലൂടെ ഉണ്ടാകും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ കേവലമായ നാമജപത്തിലൂടെ മാത്രം ഈശ്വര പദ പ്രാപ്തിയെ കൈവരിച്ച നിരവധി ആചാര്യന്മാരുണ്ട്. നമുക്കറിയാം, നിഷാദനായിരുന്ന കാട്ടാളനായിരുന്ന വാൽമീകി, അദ്ദേഹം വേദ മന്ത്രങ്ങളോ ശാസ്ത്രങ്ങളോ ഒന്നും അഭ്യസിച്ചിട്ടുള്ള ആളായിരുന്നില്ല. അദ്ദേഹത്തിന് കിട്ടിയ ഏക ഉപദേശം രാമരാമ ജപിക്കുക. ആമരം ഈമരം രാമ 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 എന്ന് പറയുന്ന ജപത്തിലൂടെ മാത്രമാണ് ഈ വാൽമീകി എന്ന് പറയുന്ന പൂർവാശ്രമത്തിലെ നിഷാദനായിരുന്ന അല്ലെങ്കിൽ കാട്ടാളനായിരുന്ന രത്നാകരൻ വലിയ വിജ്ഞാനിയായിട്ട് മാറിയത് ഈ നാമജപത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. അത് വാൽമീകിയുടേത്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ധ്രുവന്റെ ചരിതം, 5 വയസ്സുള്ള ധ്രുവൻ നാമജപത്തിലൂടെ മാത്രമായിട്ട് അങ്ങനെ വന്നതാണ് എന്ന് മാത്രമല്ല, വർത്തമാന കാലത്തിലും നമ്മൾ നോക്കിയാൽ ഈ നാമജപത്തിലൂടെ, ഈശ്വര നാമജപത്തിലൂടെ ഉന്നതമായ പദവിയിലേക്ക് എത്തിയ നിരവധി മഹാത്മാക്കളെ നമ്മുടെ ചുറ്റും തന്നെ കാണുവാൻ സാധിക്കും. നമ്മുടെ തൊട്ടടുത്തൊക്കെ തന്നെയുണ്ട് നാമജപത്തിലൂടെ മാത്രമായിട്ട് ഉന്നതമായ ലക്ഷ്യപ്രാപ്തിയെ കൈവരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് നാമജപത്തിന്റെ മഹാത്മ്യം പറഞ്ഞാൽ തീരുന്നതല്ല. അത് ഒരു തപസ്സാണ്, ഒരു യജ്ഞമാണ്. ആ നാമജപത്തെ ചെയ്തു നോക്കൂ. എല്ലാ സജ്ജനങ്ങളോടും അപേക്ഷിക്കുകയാണ്. നമുക്ക് ഉണ്ടാകുന്ന മാറ്റം, നാമജപം അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്ക് നമ്മളിൽ ഉണ്ടാകുന്ന പരിവർത്തനം നമുക്ക് തന്നെ ബോധ്യമാകും. അത് അനുഭവിച്ചറിയേണ്ടതാണ്, പറഞ്ഞു കേൾക്കേണ്ടതല്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ.
തിരുമേനി അതുപോലെ തന്നെ നമ്മുടെ ചില ഗ്രഹങ്ങളിലേക്ക് ഇഷ്ടം പോലെ ഈ കുബേരന്റെ പ്രതിഷ്ഠ കൊണ്ടുവച്ചിട്ട് അദ്ദേഹത്തിന്റെ ചില ഭാഗങ്ങളിൽ കൊണ്ടുവച്ചാൽ ഇത് ധനവർദ്ധനം ഉണ്ടാവും എന്നുള്ളൊരു സങ്കല്പം. അപ്പം ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യം? ഈ കുബേരനെ കൊണ്ടുവച്ചാല് ധനസമൃദ്ധി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാല് കുബേരനെ കൊണ്ടുവച്ചത് കൊണ്ട് ധനസമൃദ്ധി ഉണ്ടാകണം എന്നൊന്നുമില്ല കേട്ടോ. ഈ കുബേരൻ ധനത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ദേവനാണ്. വടക്കു ദിക്കിന്റെ ആധിപത്യവും ഉണ്ട്. അപ്പോ ഈ കുബേരനെ സ്തുതിച്ചാല് ഏതൊരു സ്തുതിക്കും ഫലസിദ്ധി ഉണ്ടാകും. അപ്പോ ധനാധിപനായിരിക്കുന്നതായ കുബേരനെ നമ്മൾ സ്തുതിച്ചാൽ ആ കുബേര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അവിടെ ധന സമൃദ്ധി ഉണ്ടാകും. കാലക്രമേണ ധനസമൃദ്ധി ഉണ്ടാകും. അല്ലെങ്കിൽ ധനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഒഴിവാകുകയും ചെയ്യും. എങ്കിൽ പോലും ഈ കുബേരനെ വെക്കുക എന്നൊക്കെ പറയുന്ന ആചരണങ്ങള് ഭാരതീയ ശാസ്ത്രപ്രകാരം എത്രമാത്രം വിധിവിഹിതമാണ് അറിയില്ല. ഗുരുനാഥന്മാരങ്ങനെ ജ്യോതിഷം പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ മറ്റു വൈദിക ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന കാലത്തോ ഇങ്ങനെയൊരു ഉപാസന കുബേരന്റെ ഈ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആളുകൾ ചെയ്യുന്ന പോലെ കുബേരന്റെ ഈ വിഗ്രഹം വെച്ചാല് ധനസമൃദ്ധി ഉണ്ടാകുമെന്ന് ഗുരുവിന്റെ ഉപദേശം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് ആധികാരികത ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നില്ല. നമുക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഏത് സ്തുതിക്കും ഫലമുണ്ട്. അപ്പോൾ കുബേരന് ഈശ്വരനാണ്. ആ ഈശ്വരനെ അങ്ങനെ കണ്ട് ഭജിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെതായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും, സമൃദ്ധി ഉണ്ടാകും, യാതൊരു സംശയമില്ല.